ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. 15,465 കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ, 32,301 പോലീസ് ഉദ്യോഗസ്ഥർ, 43 കൗണ്ടിംഗ് കേന്ദ്രങ്ങൾ. 2026 ഏപ്രിൽ 9 16-ാം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതിയത് 79.70 വോട്ടർമാർ. മെയ് 4 കേരളത്തിൽ റിസൾട്ട് അറിയുമ്പോൾ 140 നിയമസഭാ സീറ്റിൽ ഏറ്റവും വലിയ കക്ഷിയായി കോൺഗ്രസ് 64 സീറ്റ് നേടുകയും മൊത്തം 102 സീറ്റ്. 2016 മുതൽ തുടർച്ചയായി 10 വർഷം ഭരിച്ച CPIM-ന് LDF-ന് ലഭിച്ചത് 35 സീറ്റ്. ഇടതുപക്ഷത്തിൽ നിന്നും മാറി സ്വതന്ത്രരായി മത്സരിച്ച് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ കണ്ണൂരിൽ നിന്നും വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഇടതുപക്ഷത്തിൻ്റെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന G സുധാകരനും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുകയും കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ലീഡ് നില 7ാം റൗണ്ടിലാണ് ലഭിച്ചത്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ടീം UDF-ൻ്റെ വിജയം ഉപതെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയങ്ങൾ കൈവരിച്ച പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള വിജയം ഏറ്റവും വലിയ ഘടകകക്ഷിയായി മുസ്ലിം ലീഗ് മാറുകയും 22-ൽ കൂടുതൽ സീറ്റുകൾ. CPIM-ന് ലഭിച്ചത് 26 സീറ്റ്. ഇടതുപക്ഷത്തിൻ്റെ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയോടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയ ഏക വനിതാ സ്ഥാനാർത്ഥി വിജയിച്ചു കയറുകയും കേരളത്തിലെ BJP-യുടെ NDA-യുടെ 3 സ്ഥാനാർത്ഥികൾ നേമത്തെ മുൻ കേന്ദ്രമന്ത്രിയും സംസ്ഥാന BJP അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറും ചാത്തന്നൂരിൽ BB ഗോപികുമാറും കഴക്കൂട്ടത്തെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളിയെ 420-ൽ കൂടുതൽ വോട്ടുകൾക്ക് തോൽപ്പിച്ച് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. കേരളത്തിലടക്കം 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ ഭരണം നഷ്ടമായി. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇടതുപക്ഷത്തിന് ഭരണമില്ല. CPIM-ൻ്റെ ഭരണം നഷ്ടമാവുകയും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയുടെ ഭരണത്തിന് അവസാനമിട്ട് BJP-യുടെ NDA-യുടെ സർക്കാർ മമത തോറ്റു. ആസാമും പുതുച്ചേരിയും BJP-യുടെ ഭരണത്തിൽ. തമിഴ്നാട്ടിൽ സിനിമാ താരമായ വിജയുടെ നേതൃത്വത്തിലുള്ള TVK ഒരു വർഷത്തിനുള്ളിൽ പാർട്ടി രൂപീകരിക്കുകയും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ തോറ്റു. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്